ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം അനുദിനം ആവർത്തിച്ചുരുവിടുന്ന കർത്തൃപ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ എന്ന പ്രയോഗം വഹിക്കുന്ന പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രയോഗം ഒരു സ്ഥലത്തെയല്ല, അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം അകലെയാണ് എന്നതല്ല, മറിച്ച് അവിടുത്തെ പ്രതാപമാണ് ഈ വാക്കിന്റെ അർത്ഥം. ദൈവം അവിടുത്തെ വിശുദ്ധ ആലയത്തിലായിരിക്കുന്നത് പോലെ തന്നെ നീതിമാന്മാരുടെ ഹൃദയത്തിലും വസിക്കുന്നു. ഇവയൊക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2794 ഖണ്ഡികയിൽ പറയുന്നു. സ്വർഗം എന്നത് പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. അഗാധമായ മാനുഷിക അഭിലാഷങ്ങളുടെ പൂർണ്ണതയും നിറവേറലുമാണ് സ്വർഗം. അതിനേക്കാൾ ഉപരി പരിശുദ്ധ കന്യകാമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ പരിശുദ്ധ തൃത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗമാണ് സ്വർഗം. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം. സ്വർഗത്തിൽ ജീവിക്കുക എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവയൊക്കെ 1024, 1025 എന്നീ ഖണ്ഡികകളിൽ വ്യക്തമാക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം വിളിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയും ചെയ്ത ദൈവജനമാണ് നാം എന്ന് നാം ഏറ്റുപറയുകയാണ്. മനുഷ്യരായ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു എങ്കിലും നാം സ്വർഗത്തിലെ പൗരന്മാരാണ്. ഇവ 2796 ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ഇന്ന് വലിയ വിലയും സ്ഥാനമാനങ്ങളും ഒന്നുമില്ലെങ്കിലും നാം വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മുടെ ഐഡന്റിറ്റി സ്വർഗത്തിലാണ്. ആരാലും തുടച്ചു മാറ്റാൻ പറ്റാത്ത, എടുത്തു മാറ്റാൻ പറ്റാത്ത പൗരത്വമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. സ്വർഗമെന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേരാൻ നമുക്കും കൊതിക്കാം. നമ്മെ മെനഞ്ഞ ദൈവത്തിൽ ഒന്നായി തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.